ആപ്പിൾ നമ്മുടെ ഇന്നത്തെ ലോകത്തെ മാറ്റിമറിച്ചത് എങ്ങനെയാണ്? പുതിയൊരു ലോകം തന്നെയാണ് ആപ്പിളിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. സ്റ്റീവ് ജോബ്സ് മുൻപോട്ട് വെച്ച ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇന്നത്തെ നമ്മുടെ ലോകം ഓരോ ചുവടും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അതിലൊരു കാരണക്കാരൻ സ്റ്റീവ് ജോബ്സ് ആണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മാറ്റത്തിന് വഴിവെച്ചു. സ്റ്റീവ് ജോബ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നാം കാണുന്ന ആധുനിക ലോകം ഉണ്ടായി എന്ന് പോലും വരില്ല. അപ്പോൾ സ്റ്റീവ് ജോബ്സ് കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ചും അത് എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചതെന്നും നോക്കി വരാം. സ്റ്റീവ് ജോബ്സിന്റെ ആദ്യ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ ഓഫീസർമാരും ശാസ്ത്രജ്ഞന്മാരും ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ച് പോന്നിരുന്നത്. ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ വോസ്നിയാക് രൂപകൽപ്പന ചെയ്തെടുത്തതായിരുന്നു ആപ്പിൾ II. സ്റ്റീവ് ജോബ്സ് അതിന്റെ ഗ്രാഫിക്സിന്റെ ഉന്നതിയിലും വിപണനത്തിലും പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അവർ ആപ്പിൾ II എന്ന വിപ്ലവകരമായ കമ്പ്യൂട്ടർ സൃഷ്ടിച്ചെടുത്തു. ഈ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഏതൊരു വ്യക്തികൾക്കും അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. അതായത് കമ്പ്യൂട്ടറുകൾ പേഴ്സണലായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമായി മാറി. ഓരോ വ്യക്തികളുടെയും മേശപ്പുറത്ത് കമ്പ്യൂട്ടറുകൾ എത്തുവാൻ തുടങ്ങി. അതല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് എത്തിച്ചു. കാര്യങ്ങൾ സുതാര്യമാക്കുവാൻ വേണ്ടി അദ്ദേഹം മാക്കിൻടോഷ് അവതരിപ്പിച്ചു. അങ്ങനെ ഇതുവഴി ഗ്രാഫിക്കൽ ഇന്റർഫേസും മൗസുകളും ജനങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാനും എത്തുവാനും തുടങ്ങിയ കാലഘട്ടമായിരുന്നു അത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് പോലും കമ്പ്യൂട്ടറുകൾ യൂസർ ഫ്രണ്ട്ലി ആയി മാറുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ജനജീവിതം എളുപ്പമാവുന്നതിൽ സ്റ്റീവ് ജോബ്സിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ പ്രതിഫലിക്കുവാൻ തുടങ്ങി. അതിൽ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലുത്തിയ മാറ്റങ്ങളാണ്. ആദ്യകാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സ്കൂളുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട പേഴ്സണൽ കമ്പ്യൂട്ടറുകളായിരുന്നു ആപ്പിൾ II. അതിന് കാരണം 1982 കാലഘട്ടത്തിൽ സ്റ്റീവ് ജോബ്സ് കാലിഫോർണിയയിൽ ഒരു നിയമം കൊണ്ടുവരുവാൻ മുൻകൈയെടുത്തു. കിഡ്സ് കാൻ വെയിറ്റ് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. അതായത് സ്കൂളുകൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടറുകൾ നൽകുന്ന ഒരു പദ്ധതി. അതിമനോഹരമായ പദ്ധതിയിലൂടെ കാലിഫോർണിയയിലെ 10,000-ഓളം സ്കൂളുകൾക്കാണ് കമ്പ്യൂട്ടറുകൾ സൗജന്യമായി നൽകപ്പെട്ടത്. ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കിഡ്സ് കാൻ വെയിറ്റ്. അതായത് ഭാവിയിലെ IT വിദഗ്ധർ അവിടെ ജനിക്കുകയായിരുന്നു. അന്ന് ആപ്പിൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച കുട്ടികളായിരുന്നു പിൽക്കാലത്ത് വലിയ IT കമ്പനികളുടെ സ്ഥാപകന്മാരായി മാറിയതും. കൂടാതെ പ്രോഗ്രാമർമാരും മറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും എല്ലാം മാറിയതും സ്റ്റീവ് ജോബ്സിന്റെ അന്നത്തെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച കുട്ടികളായിരുന്നു ഭൂരിപക്ഷവും. സ്കൂളുകളിൽ ആപ്പിൾ കമ്പ്യൂട്ടറുകൾ വന്നതോടുകൂടി കുട്ടികൾക്ക് വീടുകളിലും കമ്പ്യൂട്ടറുകൾ വേണമെന്ന് വാശി പിടിക്കുവാൻ തുടങ്ങി. അങ്ങനെ കമ്പ്യൂട്ടറുകൾ വീടുകളിലേക്ക് എത്തുവാൻ തുടങ്ങി. മാത്രമല്ല, ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകൾ കൂടുതലും പുരുഷന്മാരായിരുന്നു ഉപയോഗിച്ചു പോന്നിരുന്നത്. കമ്പ്യൂട്ടറുകൾ സ്കൂളുകളിൽ എത്തിയതോടുകൂടി പെൺകുട്ടികളും കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നീട് സ്റ്റീവ് ജോബ്സിന്റെ ഈ ഒരു ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ഒട്ടനവധി കമ്പനികളാണ് കമ്പ്യൂട്ടറുകൾ സ്കൂളുകളിലേക്ക് സൗജന്യമായും വില കുറച്ചും നൽകുവാൻ തുടങ്ങിയത്. വരും തലമുറയെ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ളവരാക്കി മാറ്റുവാൻ കിഡ്സ് കാൻ വെയിറ്റ് എന്ന സ്റ്റീവ് ജോബ്സിന്റെ പദ്ധതിയിലൂടെ സാധിച്ചെടുത്തു. പിന്നീട് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനവും മറ്റ് എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുവാനും സുതാര്യമാക്കുവാനും വേണ്ടി ഇന്റർനെറ്റിനെ മറ്റൊരു തരത്തിൽ മാറ്റി രൂപകൽപ്പന ചെയ്തു. അദ്ദേഹം കേബിളുകളില്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുവാൻ തുടങ്ങി. അന്ന് വൈഫൈ സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് അത്ര കണ്ട് ജനപ്രിയമായിരുന്നില്ല. അങ്ങനെ സ്റ്റീവ് ജോബ്സിന്റെ ഈ ഒരു പദ്ധതിക്ക് അടിസ്ഥാനമായി പ്രവർത്തിച്ചതോടുകൂടി 1999 അദ്ദേഹം iBook എന്ന ഒരു ലാപ്ടോപ്പിന് രൂപകൽപ്പന ചെയ്തെടുത്തു. ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇൻബിൽട്ടായി തന്നെ വയർലെസ് ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. വൈഫൈയും എയർപോർട്ടുമുള്ള ഒരു ലാപ്ടോപ്പ്, അതായിരുന്നു iBook.
അദ്ദേഹം ഈ ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി സ്റ്റേജിൽ ലാപ്ടോപ്പ് പിടിച്ച് നടക്കുവാൻ തുടങ്ങി. ശേഷം കേബിളുകൾ ഇല്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവിടെ പുതിയൊരു ലോകം തന്നെയായിരുന്നു സ്റ്റീവ് ജോബ്സ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ ഒരു വിപ്ലവം ജോലി ചെയ്യുന്ന മേഖലകളെ കൂടുതൽ സുതാര്യമാക്കി. ഏതൊരു വ്യക്തികൾക്കും ഇന്ന് വീടുകളിൽ ഇരുന്നു കൊണ്ട് വളരെ സുതാര്യമായി തന്നെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനം നടക്കുന്നത് പോലും സ്റ്റീവ് ജോബ്സ് മുന്നോട്ട് വെച്ച ചുവടിലൂടെയാണ്. കാര്യങ്ങൾ ഇത്രയും എളുപ്പമാക്കിയത് കൊണ്ട് കൂടിയാണ് കോവിഡ് എന്ന പാൻഡമിക് സിറ്റുവേഷനിൽ പോലും ജനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം സാധ്യമായത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സ്റ്റീവ് ജോബ്സിന്റെ മാറ്റത്തിന്റെ ചുവടുകൾ അലയടിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ആദ്യമായി കമ്പ്യൂട്ടറുകളെ എതിർത്തവരെ പോലും ഈ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗത്തിന്റെ പിറകെ സ്റ്റീവ് ജോബ്സ് കൊണ്ടുവന്നു. അവരുടെ മക്കളെ അദ്ദേഹത്തിന്റെ വിപ്ലവത്തിന്റെ പിറകെ നയിച്ചു. അദ്ദേഹം വഴിവെട്ടിയ വഴിയിൽ കൂടെ ജീവിപ്പിച്ചു. അതൊരു ഉപജീവനമായി മാറി. ഇനി മറ്റൊരു പ്രധാനമായ കണ്ടുപിടുത്തം, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിപ്ലവമായിരുന്നു. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവം. ലോക ജനതയെ മുഴുവൻ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുവാൻ ഈ ഒരു കണ്ടുപിടുത്തത്തിന് സാധിച്ചു. അതായത് ഒരേ ചിന്താഗതിയിൽ, ഒരേ ജീവിതശൈലിയിൽ ജനങ്ങൾ ജീവിക്കുവാൻ തുടങ്ങി. വളരെയധികം ആദർശവാദികളും ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും പേര് നടക്കുന്ന ജനങ്ങളെ പോലും ഈ ഒരു വിപ്ലവത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അതായത് കേരള ജനതയുടെ ചിന്താഗതിയെ തന്നെ തലകീഴായി നിർത്തി എന്ന് വേണം പറയാൻ. അതായത് ഇപ്പോഴും പ്രാചീന കാലത്തെ ചിന്താഗതികൾ ചെറിയ രീതിയിലല്ല, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അലയടിക്കേണ്ടിയിരുന്ന നമ്മുടെ കേരളത്തെ പോലും മാറ്റിമറിച്ചു. അതായത് 2007 അദ്ദേഹം ഐഫോൺ ലോഞ്ച് ചെയ്തു. ഫോണുകൾ വളരെ ചുരുക്കം ചിലരിൽ ഉണ്ടായിരുന്ന കാലഘട്ടം. ഒരു കുടുംബത്തിന് ഒരു ഫോൺ മാത്രമേ ചിലപ്പോൾ ഉണ്ടായിരിക്കൂ. ആ കാലഘട്ടത്തിൽ കൂടുതലായും ഫോൺ കോൾ ചെയ്യുവാൻ വേണ്ടി മാത്രമായിരുന്നു അന്ന് ഫോണുകൾ ഉപയോഗിച്ചിരുന്നത്. ഫോണുകൾ തങ്ങൾക്ക് വില കൂടിയ ഒരു വസ്തുവായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജനങ്ങൾ അത്ര കണ്ട് ഫോണിന്മേൽ ആകൃഷ്ടരായിരുന്നില്ല. അതായത് കയ്യിൽ ഇല്ലാത്ത പണം കൊണ്ട്, അതുമല്ലെങ്കിൽ EMI ഉപയോഗിച്ചുകൊണ്ട് ഫോണുകൾ വാങ്ങുന്ന ഒരു പ്രവണത അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് മാത്രമായിരുന്നു അന്ന് ഫോണുകൾ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ പോക്കറ്റിനുള്ളിൽ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെയാണ് 2007 സ്റ്റീവ് ജോബ്സ് ഐഫോൺ പുറത്തിറക്കിയത്. അതോടുകൂടി ലോകത്തുണ്ടായിരുന്ന ഫോണുകൾ ഐഫോണിന് മുൻപും ശേഷവുമായി മാറി. കേവലം മികച്ച ഫോൺ മാത്രമായിരുന്നില്ല ഐഫോൺ. അന്ന് വരെ വേറിട്ട് നിന്ന പല സാങ്കേതിക വിദ്യകളെയും ഒരു ഒറ്റ ഡിവൈസിനുള്ളിൽ അദ്ദേഹം കൊണ്ടുവന്നു. അതായത് 2007 മുമ്പ് ജനങ്ങൾ മൊബൈൽ ഫോണുകൾ, പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടി ഐപോഡ്, ലൊക്കേഷൻ മനസ്സിലാക്കുവാൻ വേണ്ടി GPS, ക്യാമറ, ലാപ്ടോപ്പ് എന്നിവയെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉപയോഗിച്ച് കൊണ്ടിരുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിന്നിരുന്ന സാങ്കേതിക വിദ്യകളെ ഒരു ഒറ്റ ഡിവൈസിനുള്ളിൽ കൊണ്ടുവരിക എന്ന ആശയത്തിനൊടുവിൽ പിറന്നതായിരുന്നു ഐഫോൺ. ടച്ച് സ്ക്രീൻ ടെക്നോളജി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഫോൺ കൂടിയായിരുന്നു ഐഫോൺ. മികച്ച ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഫോൺ ലോഞ്ചിങ്ങിനിടെ അക്ഷരാർത്ഥത്തിൽ അത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ മാത്രമല്ല അത്ഭുതപ്പെട്ടത്, ലോകം മുഴുവനുമാണ്. ആ ഒരു അത്ഭുതകരമായ കണ്ടുപിടുത്തത്തെ വളരെ അത്ഭുതകരമായി തന്നെ ജനങ്ങൾ ഒരു കൈകളിൽ സ്വീകരിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹം ഓരോ കൈകളിലേക്കും ഫോണുകൾ എത്തിച്ചു. അവിടെ മുതൽ ഫോണുകളുടെ രൂപകൽപ്പന തന്നെ മാറിത്തുടങ്ങുകയാണ്. എന്നാൽ ഫോണിലൂടെ അദ്ദേഹം ഒരു മാറ്റത്തിന് വഴിവെച്ചു എങ്കിൽ പോലും ആ ഒരു സംവിധാനം എല്ലാവരിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഫോണുകൾ അപ്പോഴും വിലപിടിപ്പ് ഉണ്ടായിരുന്ന ഒരു വസ്തു ആയതുകൊണ്ട് മാത്രമായിരുന്നില്ല. ജനങ്ങൾക്ക് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു. അവർക്ക് വളരെ ചെറിയൊരു ഫോൺ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഫോണായാലും തന്നെ അന്ന് ധാരാളമായിരുന്നു. പ്രധാനമായും ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇന്റർനെറ്റ് എന്തിനു ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്.
കേരളത്തിൽ തന്നെ ഒട്ടനവധി ഉദാഹരണങ്ങളാണ് ഉള്ളത്. ഈ ഒരു കാര്യത്തിന് അതായത് ഫോണിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന പല പാരന്റ്സുകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അതായത് ഫോണുകൾ കുട്ടികളെ വഴിതെറ്റിക്കും, ഫോണുകൾ അത്ര കണ്ട് നല്ലതല്ല, അമിതമായി ഫോണുകൾ ഉപയോഗിക്കുവാൻ പാടില്ല, ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്നതിൽ വിയോജിപ്പുള്ള, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളോട് വിയോജിപ്പുള്ള ആൾക്കാർ, അതായത് ഒട്ടനവധി പാരന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, ഫോണുകൾ ഉള്ളവരോട് പുച്ഛഭാവം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അവർക്കറിയില്ലായിരുന്നു പിൽക്കാലത്ത് അവരെ പോലും ഫോണുകൾ കൊണ്ടുവരുന്ന ഒരു വിപ്ലവത്തിനാണ് സ്റ്റീവ് ജോബ്സ് 2007 ഇത് കൊടുത്തത് എന്ന്. ഇന്ന് എല്ലാവരിലേക്കും ഫോണുകൾ എത്തി. പ്രധാനമായും ഇന്റർനെറ്റ് സൗകര്യം സുഗമമായതും കൂടാതെ ടച്ച് സ്ക്രീൻ ടെക്നോളജി ഒരുപാട് കമ്പനികൾ ഉൾക്കൊണ്ടതുകൊണ്ടും പുതിയ കമ്പനികൾ രൂപപ്പെട്ടതുകൊണ്ടും അതുവഴി പുതിയ രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ വരുവാനും ജനങ്ങളിലേക്ക് എത്തുവാനും സാധിച്ചു. ഒരു പക്ഷേ സ്റ്റീവ് ജോബ്സ് ഇല്ലായിരുന്നു എങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ ഇത്ര വേഗത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഇത്ര വേഗത്തിൽ കുതിക്കുമോ? അങ്ങനെ ഒരു സംശയം പോലും ഇല്ലാത്ത രീതിയിലാണ് സ്റ്റീവ് ജോബ്സിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും ലോകത്തെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന ആധുനിക ലോകത്തെ മാറ്റിയെടുത്തതിൽ സ്റ്റീവ് ജോബ്സിന്റെ പങ്ക് വളരെയധികം വലുതാണ്. ലോകത്തെ മാറ്റിമറിച്ചതിൽ വളരെ പ്രധാനിയായ ഇതിഹാസമാണ് സ്റ്റീവ് ജോബ്സ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.